സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന നമ്മളെല്ലാവരും തന്നെ റാം മെമ്മറിയെക്കുറിച്ച് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഓരോ മൊബൈലിലും റാം മെമ്മറി, അതായത് റാൻഡം ആക്സസ് മെമ്മറി എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഈ റാം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മൊബൈലിൻ്റെ സ്പീഡ് ഒരുപാട് വർദ്ധിപ്പിക്കാൻ നമുക്കിത് ഉപകാരപ്പെടും. ഓരോ മൊബൈലിലും ഓരോ സെറ്റപ്പായിരിക്കും റാം മെമ്മറിക്ക് ഉണ്ടാകുക. ചില മൊബൈലുകളിൽ നമുക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. 8 GB റാം ഉള്ള മൊബൈലിൽ 2 GB 4 GB 6 GB ഇങ്ങനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ആ ഒരു മൊബൈലിൽ നൽകിയിട്ടുണ്ട്. നമ്മുടെ റാം മെമ്മറി എങ്ങനെ ക്ലീൻ ചെയ്യാം, റാം മെമ്മറിയുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുക, ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കിത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മൊബൈലിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഒരുപാട് സെറ്റിങ്സുകൾ നിങ്ങൾ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ സാംസങ്ങിൻ്റെ മൊബൈലാണ് കാണിക്കുന്നത്. ഇവിടെ കുറച്ച് താഴേക്ക് വരുമ്പോൾ ഡിവൈസ് കെയർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ കാണാം ഡിവൈസ് കെയർ എന്ന ഈ ഒരു ഓപ്ഷൻ. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട്. ബാറ്ററി, അതുപോലെ തന്നെ സ്റ്റോറേജ്, മെമ്മറി, ആപ്പ് പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ ഓട്ടോ ഒപ്റ്റിമൈസേഷൻ ഒക്കെ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നമുക്ക് വേണ്ടത് റാമാണല്ലോ. ഇവിടെ മെമ്മറി എന്ന ഭാഗത്ത്, അതായത് മൂന്നാമത്തെ ഓപ്ഷൻ ഏറ്റവും മുകളിൽ നിങ്ങളുടെ മൊബൈലിൽ, ഇപ്പോൾ എൻ്റെ മൊബൈലിൽ ഗ്രീറ്റ് എന്നാണുള്ളത്, അതായത് പ്രശ്നമൊന്നുമില്ല എന്നിവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ മൊബൈൽ അങ്ങനെയല്ല എങ്കിൽ അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ഏറ്റവും മുകളിൽ കാണിക്കും. നമുക്കൊന്ന് റാം ഒന്ന് നോക്കാം. ഇവിടെ മൂന്നാമത്തെ ഓപ്ഷനായിട്ടുള്ള മെമ്മറി എന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചെക്ക് ചെയ്യുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ചെക്കിംഗ് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ എൻ്റെ മൊബൈലിൽ 8 GB റാമാണ്. അതിൽ 4.2 GB റാം ഓൾറെഡി യൂസ് ആയിട്ടുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ യൂസ് ആകുന്ന ആപ്ലിക്കേഷനുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്കിവിടെ വ്യൂ മോർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത്രയും ആപ്ലിക്കേഷൻസുകൾ നമ്മുടെ മൊബൈലിൻ്റെ റാം ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ യൂസ് ആകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ യൂസ് ആകുമ്പോൾ നമ്മുടെ മൊബൈൽ ഒരുപാട് സ്ലോ ആകും. ഇപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് ഇവിടെ താഴെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും മെമ്മറി റെസിഡൻറ്റ് ആപ്സ് എന്ന്. അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ആപ്ലിക്കേഷൻ ഓൾറെഡി റണ്ണിങ് ആണ്. ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എനിക്കിപ്പോൾ ക്ലോസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഞാനിപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ടാണ്. അതുകൊണ്ട് ഞാനിവിടെ അത് ക്ലോസ് ചെയ്യുന്നില്ല. മറ്റുള്ള ആപ്ലിക്കേഷൻസുകൾ നിങ്ങളുടെ മൊബൈലിലുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ടിക്ക് മാർക്ക് കൊടുത്ത് ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ റാമിൻ്റെ സ്പേസ് കുറച്ചുകൂടി നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും താഴെ റാം പ്ലസ് എന്ന ഓപ്ഷനുണ്ട്. നമുക്കതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ എൻ്റെ മൊബൈലിൽ, നിങ്ങളുടെ മൊബൈലിൽ ഏറ്റവും മുകളിൽ ഇത് ഓൺ അല്ലെങ്കിൽ ഒന്ന് ഓണാക്കി കൊടുക്കണം കേട്ടോ. എൻ്റെ മൊബൈലിൽ 4 ഓപ്ഷൻസുകൾ കാണിക്കുന്നുണ്ട്. 2 GB 4 GB 6 GB 8 GB എന്ന്. അതായത് 8 GB റാമുള്ള ഈ മൊബൈലിൽ നമുക്ക് ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനുള്ള പ്രത്യേകം ഓപ്ഷനുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ ഒറ്റ സമയത്ത് തന്നെ റൺ ചെയ്യാൻ പറ്റുന്ന, അതായത് അത്രയും ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് തന്നെ വെച്ച് നമുക്ക് വളരെ സ്പീഡോടുകൂടി ഉപയോഗിക്കാൻ നമുക്ക് ഈ ഒരു 8 GB റാമിലേക്ക് മാറ്റിയാൽ കഴിയും. അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 6 GB അല്ലെങ്കിൽ 4 GB ഒക്കെ വെക്കാവുന്നതാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ സ്പീഡിൽ ഉപയോഗിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ, ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ ഒരേ സമയം ഉപയോഗിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ 8 GB മാറ്റാം. ഇങ്ങനെ 8 GB മാറ്റുമ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. അതിലേക്ക് മാറ്റുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഓട്ടോമാറ്റിക്കായിട്ട് റീസ്റ്റാർട്ട് ചെയ്യണം. അതായത് റീസ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ ഇതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാറുകയുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ റീസ്റ്റാർട്ട് കൊടുക്കുന്നില്ല. അങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 8 GB റാമിലേക്ക് അല്ലെങ്കിൽ 6 GB റാമിലേക്ക് വരും. നിങ്ങളുടെ മൊബൈലിൽ ഈ ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഞാനിപ്പോൾ നേരത്തെ കാണിച്ച ഡിവൈസ് കെയർ എന്ന ഓപ്ഷനിൽ ഈ മെമ്മറി എന്ന ഭാഗത്താണ് ഈ സംഭവങ്ങളൊക്കെ ഉള്ളത്. ഇനി അങ്ങനെ അല്ല എങ്കിൽ നമുക്കിവിടെ ബാക്ക് വന്നിട്ട് സെറ്റിങ്സിൽ നമുക്ക് സെർച്ച് ബാറിൽ തന്നെ ഈ ഒരു ഓപ്ഷൻ എത്തിച്ചേരാൻ സാധിക്കും. സെർച്ച് ബാറിൽ
വെറും റാം എന്ന് മാത്രം നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ റാം പ്ലസ് എന്ന ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നേരത്തെ ഞാൻ കാണിച്ച ഈ ഒരു ഓപ്ഷനിലേക്ക് തന്നെ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. നിങ്ങൾ ഈ റാം ക്ലീൻ ചെയ്യേണ്ടത് ഇവിടെ ഏറ്റവും മുകളിൽ ആ ഒരു റാമിൻ്റെ ആ ബാറിൽ തൊട്ട് താഴെ ക്ലീൻ നൗ എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. ഏകദേശം 749 MB ഇവിടെ എനിക്ക് ക്ലീൻ ചെയ്യാൻ ഇപ്പോൾ ബാക്കിയുണ്ട്. നേരത്തെ ഞാനിത് ക്ലീൻ ചെയ്തതുകൊണ്ട് ഇപ്പോൾ കുറച്ച് മാത്രമേ കാണുന്നുള്ളൂ. ചിലപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ GB കണക്കിനായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാകുക. അവിടെ ക്ലീൻ നൗ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മൊബൈലിൻ്റെ സ്പീഡൊന്ന് കുറയുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ എൻ്റെ റെക്കോർഡിംഗ് കൂടി തടസ്സപ്പെടും. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മൊബൈലിൻ്റെ പെർഫോമൻസ് ഒന്നുകൂടി വർദ്ധിക്കാൻ നിങ്ങൾക്കിത് കാരണമാകും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.